ബോർഡറിൽ നുഴഞ്ഞു കയറ്റം. ഞാൻ അവിടെ നിന്ന് പോകുന്നത് അറിയാനുണ്ട്. എടി, അവൾ എവിടെയാ? അവൾ അവിടെ എന്ത് ജോലി തിരക്കിൽ നിൽക്കണം. നിങ്ങൾ എപ്പോഴും അവളെ വിളിച്ച് ശല്യപ്പെടുത്തല്ലേ. അവളോട് വെള്ളം ഒഴിക്കാൻ പറഞ്ഞ ഇതിന് അവളെ വിളിച്ചേ, ഇങ്ങോട്ട് വിളിച്ചേ. അവള് വേറെ എന്തോ ജോലി ചെയ്തോ. അവളെ ആദ്യം ഇങ്ങോട്ട് വിളിക്കേ. എടി, എന്ത് ചേച്ചി വിളിച്ചത്? ഞാനവിടെ മുറ്റത്ത് തൂത്തോണ്ടിരിക്കുകയായിരുന്നേ. സാറിന്റെ തോക്കിതാ മുറ്റത്തിരിക്കണ്. അപ്പുറത്തെ വീട്ടിലെ പയ്യന്റെ അടുത്തോട്ട് പോയതാണ്. ഞാനേ പെട്ടെന്ന് മേടിച്ചെടുത്ത് അവയെ കൊണ്ടുപോയി വല്ല വെടിയും പൊട്ടിച്ച പിന്നെ അതിന് പുറകെ നടക്കണ്ടേ. ദാ സാറേ തോക്കും. ഓ, രാവിലെ ഞാൻ എക്സർസൈസ് ചെയ്തിട്ട് അവിടെ വെച്ച് മറന്നു. നീ അവിടെ എന്തെടുക്കുക? മുറ്റത്തൂത്തോണ്ടിരിക്കാതെ വേഗം പോയിട്ടാ വെള്ളം ഒഴിച്ച ചെടിക്കൊക്കെ. ചേച്ചി, ഈ സാറ് ഒരു നടക്ക് പോവില്ല കേട്ടാ. അതിന് ഒന്നിനും താമസിക്കൂല. മുറ്റം തൂക്കുമ്പോ പറയും ചെടി നനയ്ക്കാൻ, ചെടി നനയ്ക്കുമ്പോ പറയും തുണി അലക്കാൻ. ഞാൻ എന്തിനാ ചേച്ചി? നീ പോയി നിന്റെ കാര്യം നോക്ക് വേണ്ടേ? യു നോ ഐ എം വെരി സ്ട്രിക്റ്റ്. പിന്നെ ഒരു സ്ട്രിക്റ്റ്, നിങ്ങളുടെ ഒരു സ്ട്രിക്റ്റ് രാവിലെ തുടങ്ങും. ഒരു സ്ട്രിക്റ്റ്. ശരി, എന്നാ അങ്ങനെ ആവട്ടെ. ഞാൻ 4 മണിക്ക് എത്തിക്കോളാം. നേരത്തെ തന്നെ വണ്ടി വിടണം കേട്ടോ. ശരി, അങ്ങനെ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ. ആരാ വിളിച്ചത്? മൃഗശാലയുടെ ഒരു എക്സ്റ്റൻഷൻ പണി നടക്കണു. അതിൻ്റെ ഇനോഗ്രേഷന് ഞാൻ തന്നെ വേണമെന്ന് വനം വകുപ്പ് മന്ത്രിക്ക് നിർബന്ധം. അദ്ദേഹം ഇപ്പോൾ വിളിച്ചത്. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ല ഈ പണിയൊന്നും, ഞാൻ വലിയ തിരക്കാണെന്ന് പറഞ്ഞു. പുള്ളി സമ്മതിക്കുന്നില്ല. പിന്നെ ഞാനങ്ങ് സമ്മതിച്ചു. പോട്ടെ, മന്ത്രിയല്ലേ വിളിച്ചത്. അതിന് നിങ്ങൾക്ക് എന്ത് തിരക്കാം? നിങ്ങൾ ഈ തോക്കുമ്പോൾ എനിക്ക് കൊണ്ട് ഇവിടെ ഇരിക്കണല്ലേ ഉള്ളൂ. ഞാൻ തിരക്കിലാ എപ്പോഴും. സാറേ, സാറിനെ മൃഗശാല ഉദ്ഘാടനത്തിന് വിളിച്ചിരിക്കണ. അവിടെ പുലിയും കടുവയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ സാറിന്റെ കുപ്പായും തോക്കും എല്ലാം കാണുമ്പോ അതങ്ങ് പേടിക്കും. When I was in ലഡാക്ക്, ഒരു AK-47 ആയിട്ട് ഞാൻ ഇങ്ങനെ ഹോര വനത്തിൽ കൂടെ പോവുകയാണ് ഈ തീവ്രവാദികൾ വെടിവെച്ച് വീഴിക്കാൻ വേണ്ടിയിട്ട്. അന്നേരമാണ് ഇടത് സൈഡിൽ നിന്ന് ഒരു പുലി ഇങ്ങ് ചാടി വന്നു. ഞാൻ ഈ ഇടത് കൈ കൊണ്ട് ഒരു തട്ടങ്ങ് കൊടുത്തു. അതങ്ങ് വീണു, അവിടെ ചത്തുപോയി. അതൊക്കെ എനിക്ക് നിസ്സാരമാണ്. ഇങ്ങനെ എത്ര സംഭവങ്ങൾ. സാറിന്റെ തോക്കിൽ ഉണ്ടായിരുന്നില്ലേ സാറേ? അപ്പൊ അതിട്ട് വെടിവെക്കാത്ത എന്ത്? ഓ, ഈ നിസ്സാര കാര്യത്തിന് വേണ്ടി ഒരു ഉണ്ട കളയണ്ടെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ഓ, സാറൊരു സംഭവം തന്നെ. കൊറേ കാലമായി തുടച്ചിട്ട്. ഇതേ ഞങ്ങളുടെ മോന് 2 വയസ്സുള്ളപ്പോ ഉള്ള ഫോട്ടോയാ. നോക്കട്ടെ ചേച്ചി. ഇപ്പൊ അവൻ USA-ലാ. ഓ, അപ്പേലൊക്കെ നന്നായിരിക്കണേ ചേച്ചി. നീ ഉച്ചത്തേക്കുള്ള ചോറും കറിയൊക്കെ ആക്കിയായിരുന്നോ? ഓ ചേച്ചി, ചോറും കറികളൊക്കെ ആയില്ല. ചോറിനിട്ട് നമുക്കേ ഒന്ന് പച്ചക്കറി മേടിക്കാൻ പോവാം. നീ എന്റെ കൂടെ ഒന്ന് വരണേ. ഓ ചേച്ചി, വരാൻ ചേച്ചി. നിന്നോട് വാട്ടർ ടാങ്ക് ഇടാൻ പറഞ്ഞിട്ട് നീ കഴിയോ? ഇല്ല സാറേ, കഴിവില്ല സാറേ. ഇവിടെ ജോലികളുണ്ടായിരുന്നു. ഞാൻ എത്ര നാളായി പറയണു നമുക്ക് മിലിറ്ററിന്ന് ആളെ ഇറക്കാം. പിന്നെ നിങ്ങളുടെ ഒരു മിലിറ്ററി റിട്ടയർ ആയിട്ട് 10-12 വർഷമായി. നിങ്ങളൊരു കുപ്പായവും തോക്കും. എന്തൊരു ചൂടാലേ. ഉച്ച സമയമായോണ്ടാ. നീ വീട്ടിൽ ചെല്ലുമ്പോ ഇച്ചിരി നാരങ്ങ വെള്ളം കലക്കി തന്നെ. ഓ ചേച്ചി, കലക്ക. അയ്യോ, ഇങ്ങനെന്താ ഇതിന്റെ വഴി കയറിക്കണേ? അയ്യോ, എന്തിനു സാറേ പറ്റിയത്? അയ്യോ, ഒരു പല്ലി എന്റെ മേത്തേക്ക് അടി. ഞാൻ തട്ടി താഴെ ഇട്ടിട്ടുണ്ട്. ഒന്ന് തന്നെ കൊല്ലു വേഗം. പല്ലിയാ? അയ്യോ, ഈ ഒരു പല്ലിയെ കണ്ടിട്ടാണ് മനുഷ്യ നിങ്ങൾ ഈ കസാരയുടെ പോലെ ചാടി കയറിയിരുന്നത്. ഒന്നല്ലേ നിങ്ങളൊരു കാണലല്ലേ? നീ ആ പച്ചക്കറി കൊണ്ട് വെച്ചിട്ട് ആ ചൂലും എടുത്തിട്ട് വന്ന് നമുക്ക് തല്ലി കൊല്ലം. ഓ ചേച്ചി, ഓ. എവിടെ ചേച്ചി, എവിടെ ചേച്ചി? ചത്ത് ചേച്ചി, ചത്ത്. ഇത്രക്കുള്ള കാര്യമുള്ളൂ. ഇനിയെങ്കിലും നിങ്ങൾ താഴെ ഇറങ്ങും. ഈ തോക്ക് വെച്ച് വെടിവെച്ചിട്ടാകുമെന്ന് ഞാൻ വിചാരിച്ചതാ. അപ്പോഴേക്കും നിങ്ങൾ വന്നു. ഈ പല്ലിയെ പേടിയുള്ള ആളാണ് പുലിയുള്ള മൃഗശാല ഉദ്ഘാടനം ചെയ്യാൻ പോണത്. എനിക്ക് പുലിനെ ഒന്നും പേടിയില്ല, പല്ലീനെ ചെറിയൊരു പേടിയുണ്ടെന്ന് മാത്രം. യു നോ ഐ എം വെരി സ്ട്രിക്റ്റ്.